ാണ് ശബരിമലയുടെ ഐശ്വര്യം. അതൊക്കെ നമുക്കറിയാം. എത്ര പ്രതിസന്ധികൾ വന്നാലും ശബരിമലയിലെ ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുക അല്ലാതെ ഒരു നിമിഷം പോലും ഇനി ആര് വിചാരിച്ചാലും അതിനെ തകർക്കാൻ പറ്റുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ദൃഷ്ടാന്ത ബോധ്യം ഈ കലിയുഗത്തിൽ വന്നിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ഒരിക്കലും നശിക്കുകയില്ല. ക്ഷേത്രങ്ങളാണ് നമ്മുടെ ശക്തി. ക്ഷേത്രത്തിലൂടെ മാത്രമേ നമ്മുടെ ദൈനംദിനമായ ജീവിത രീതികളിൽ പുലർത്താൻ സാധിക്കൂ. ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ. ക്ഷേത്ര ദർശനമാണ് ഐക്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും സ്ഥാനം എന്ന് നമ്മൾ ഉറക്കെ ഭാരതത്തിൽ ഓരോരുത്തരും പറയുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് സത്യമെന്നും നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ഭക്തജനങ്ങളും രാവിലെ കുളിച്ച് ജപിച്ച് ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്ത് സ്വന്തം അടുക്കളയിലേക്ക് കയറി പാചകം ചെയ്യുമ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ കറികളും നല്ല രുചികളായി മാറും. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് വേണേൽ പരീക്ഷിച്ചു നോക്കാം. അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് വൈകുന്നവരെ. ഇതൊക്കെ നമ്മുടെ കലഞ്ഞൂരിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരൊക്കെ പറഞ്ഞ അനുഭവമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടാനും ഈ ക്ഷേത്രവുമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടാനും ഈ സപ്താഹം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ട ദൈനംദിന കാര്യങ്ങളിലുള്ള നിഷ്ഠയായ കാര്യങ്ങൾ നമുക്ക് ദിവസവും അനുവർത്തിക്കാനും നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുക എന്നുള്ളത് മാത്രമാണ് സപ്താഹയജ്ഞം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ ഫലം അതുതന്നെയാകുകയും വേണം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 48ാമത് സപ്താഹ യജ്ഞവേദിയിൽ ഭദ്രദീപം കൊളുത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും ഒറ്റുനോക്കുന്നുണ്ടാവും. ഫോട്ടോയിൽ കാണുന്ന ആളല്ലല്ലോ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ തന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇനി എന്നും കാണാൻ പോകുന്ന മുഖമാണെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ കുളക്കട താമരശ്ശേരി നമ്പമഠത്തിൽ രമേശ് ഭാനുഭാനു പണ്ടാരത്തിൽ എന്നാണ് നമ്മൾ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അക്ഷരത്തിൽ സതീഷ് ഭാനുഭാനു പണ്ടാരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യവും വന്ന് ഭദ്രദീപം കൊളുത്തി. ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും കളഞ്ഞൂരിൽ വരുന്നതിൽ 100,000 സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് അതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന രമേശ് സതീഷ് ഭാനുഭാനു പണ്ടാരത്തിൽ ഇവരുടെ നിങ്ങളുടെ എല്ലാം പേരിൽ ഈ സഭാമണ്ഡപത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് സപ്താഹ ആചാര്യനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കണ്ട മുഖമല്ല എന്ന് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടുള്ള മുഖം തന്നെയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അതായത് ഈ സപ്താഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ എത്തി വേദിയിലിരിക്കുന്ന ഹരിശങ്കറിനെ ബന്ധപ്പെട്ടപ്പോൾ ഹരിശങ്കർ വളരെ സന്തോഷമായിട്ട് ഏറ്റു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഹരിശങ്കറിന് ഒന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ മുളയേരി രഞ്ജിത്ത് നമ്പൂതിരി അദ്ദേഹം ഏൽപ്പിക്കുകയായിരുന്നു. എങ്കിലും കലഞ്ഞൂരിന്റെ പ്രത്യേകത മാനിച്ച് തുടങ്ങി വെക്കാൻ എന്തോ ഭാഗ്യവശാൽ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയണം, ആ വിളിച്ച ആളിനെ തന്നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ യജ്ഞവേദിയിൽ യജ്ഞശാലയിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ആള് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്, എത്തിച്ചേരും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉണ്ടാവും. അതുപോലെ ഹരിശങ്കർ ഇനി ശ്രീകൃഷ്ണാവതാരത്തിൽ നമ്മളുടെ കൂടെ അവതാര ലീലകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മാഹാത്മ്യ പ്രഭാഷണത്തിനും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഹരിശങ്കറിനെ തൃക്കലഞ്ഞൂരപ്പന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയണോ എന്നെനിക്കറിയില്ല, എങ്കിലും അതിഥി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന സീരിയൽ സിനിമാ രംഗത്തെ സജീവമായി നിൽക്കുന്ന പ്രശസ്ത നർത്തകിയും സിനിമാ സീരിയൽ താരവുമായ ശ്രീമതി സൗമ്യ ഭാഗ്യൻ പിള്ള അവരുകളാണ്. അദ്ദേഹത്തെ ആ മഹത് വ്യക്തിയെ ഈ തൃക്കലഞ്ഞൂരപ്പന്റെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അഭിനയിച്ച സിനിമകള് സീരിയലുകളൊക്കെ നേരിട്ട് പറഞ്ഞു തരും. എനിക്കത് കൃത്യമായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും അതൊക്കെ സമയത്ത് കൃത്യമായി അത് നമ്മളെ ധരിപ്പിക്കും. ഇനി കാണാനുള്ള പ്രചോദനം തരും, ഉറപ്പാണത്. അടുത്തതായി നമ്മള് സ്വാഗതം ആശംസിക്കുന്നത് നമ്മളുടെ ഈ നാട്ടിലെ തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച മാതൃഭൂമി ദിനപത്രത്തിന്റെ 25 വർഷം ജോലിയിൽ പൂർത്തീകരിച്ച നമ്മുടെ എല്ലാം സുപരിചിതനായ പ്രശാന്ത് ഗോയിക്കൽ അവരുകളെയാണ് നമ്മൾ എല്ലാവരുടെയും പേരിൽ ചെറിയ ഒരു പ്രസാദമായ ഒരു ആദരവ്.
അതിനാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. ആ ആദരവ് സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രശാന്ത് കോയിക്കൽ അവരുകളെ, നമ്മുടെയൊക്കെ പ്രശാന്തിനെ, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളൊക്കെ എഴുന്നേറ്റാൽ ഉടൻ കാണുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അവരുകൾ. അതായത് ഒരു കാലത്ത്, ഞാൻ പറയുമ്പോൾ അതൊട്ടും അതിശയോക്തിയാണെന്ന് ധരിക്കരുത്, അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, ഒരു കാലത്ത് സോഷ്യൽ മീഡിയകളോ ഇത്രയും പഠിക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു കാലത്ത് മാവേലിക്കര വേലുക്കുട്ടി സാറിന്റെ മൃതകവും ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വേദികളിലും പോയി ശിഷ്യന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ച് ആ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതൊരു ഉപാധിയാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അവർ. അദ്ദേഹം ഇന്നാണ് കുറച്ച് സ്റ്റേജുകളിലെങ്കിലും കയറി തുടങ്ങിയത്. ഒരു കാലത്ത് ഗുരുശിഷ്യ ബന്ധം, ഗുരുവിന്റെ പാദസേവ എങ്ങനെ ചെയ്യണം, അദ്ദേഹത്തിന്റെ എന്ത് കാര്യമുണ്ടെങ്കിലും കൂടെ നടന്ന് ചെയ്യുന്ന ഒരു ശിഷ്യരിലുള്ള ആളായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ അവർ. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഗുരുവാണ് വലുത്, ഗുരുവിന്റെ ശിക്ഷണത്തിന്, ഗുരുവിന് അനുഗ്രഹം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കണം, അല്ലെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കണം, അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങൾക്കും കൂടെ വേണം എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി കലയെ സ്നേഹിച്ച് ഇന്നും അത് ഒരു ജീവിത ചര്യയായി കൊണ്ടു നടക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ അവരുകളെ ഒരു പ്രസാദമായി ആദരിക്കുന്നതിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ജിനീഷ് പീലി. കലാരംഗത്ത് ജിനീഷ് പീലി ഒരു വേറിട്ട പേരിലൂടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിച്ചേർന്ന, ആദ്യമൊക്കെ ഞാൻ ഈ പീലി എന്ന് കേട്ടപ്പോൾ ജിനീഷ് പീലി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമല്ലായിക തോന്നാറുണ്ട്. പക്ഷെ അത് അവസാനം ആ സുഖമല്ല, നല്ലതാണെന്നുള്ള അവസ്ഥയിലേക്ക് ജിനീഷ് പീലി അത് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ശിഷ്യഗണങ്ങളെയൊക്കെ ധാരാളം പഠിപ്പിച്ചും കലയുടെ ഇന്നും കല കൊണ്ട് ജീവിക്കുകയും കല കൊണ്ട് കൊണ്ടു നടക്കുകയും കലയാണ് വലുത് എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജിനീഷ് പീലി. ജിനീഷ് പീലിയെയും ഈ വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കുന്നതിന് ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ജിനീഷ് പീലിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു കൊച്ചു കലാകാരിയാണ്. കൊച്ചതല്ല, സോഷ്യൽ മീഡിയയുടെ വലുതാണെങ്കിൽ നമുക്കത് കൊച്ചതാ. സോഷ്യൽ മീഡിയയിലാണ് ശ്രീരമ്യ മനുവിനെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഞാനൊക്കെ വളരെ കുറച്ചേ കാണാറുള്ളൂ. അമ്പലത്തിൽ വരുന്നില്ല എന്നുള്ള അർത്ഥം കേട്ടോ, അങ്ങനെ ധരിക്കരുത്. അമ്പലത്തിലൊക്കെ വരുന്നുണ്ട്, എങ്കിലും കൂടുതലും സോഷ്യൽ മീഡിയയിലും അധികം തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നർത്തകിയും ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. നമ്മളുടെ കൊച്ചു കലാകാരിയാണ്, നമ്മുടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറാണ് താമസിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ശ്രീരമ്യ മനുവിനെ ഈ ആദരവ് സ്വീകരിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്നതിന് എത്തിച്ചേർന്ന ശ്രീകുമാർ പ്രണവത്തിനെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ ശിവൻകുട്ടി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിലെ ഇതെത്തിച്ചേർന്ന, നാളെ മുതൽ ഈ വേദിയിൽ സ്ഥിര സാന്നിധ്യമാകുന്ന എല്ലാ ഭക്തജനങ്ങളെയും 1000 മനസ്സോടുകൂടി, എത്ര പറഞ്ഞാലും മതിയാവില്ല, എല്ലാവരെയും വീണ്ടും വീണ്ടും തൃക്കലഞ്ഞൂരപ്പന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന ഭദ്രദീപ പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഹരേ രാമ മന്ത്രം ഉറക്കെ ജപിച്ച് അതിൽ പങ്കെടുക്കണമെന്നുകൂടി അറിയിക്കുകയാണ്. ഹരേ രാമ മന്ത്രം കലിയുഗ മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് ഹരേ രാമ മന്ത്രം.
ഭദ്രദീപ പ്രകാശനം നടത്തി നമ്മളെ ധന്യമാക്കിയ ബ്രഹ്മശ്രീ സതീഷ് ഭാനു പണ്ടാരത്തിൽ അവരുകളെ നമുക്കൊരു സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും നാട്ടിലെ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഇത് രണ്ടാമത്തെ തവണയാണ്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇത് 48ാമത്തെ വർഷമാണ് ഈ സപ്താഹയജ്ഞം ഇങ്ങനെ ഒരു മുടക്കം കൂടാതെ, അതും ഇത്ര ഭംഗിയായ രീതിയിൽ മുടങ്ങാതെ നടക്കുന്നു. 48 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 80 ആദ്യം ആയിരിക്കണം ഇത് തുടങ്ങിയത്. 82 83 ആയിരിക്കണം തുടങ്ങിയത്. ഇപ്പം ഇത്രയും കാലം നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു യജ്ഞം ഇവിടെ നടത്താൻ സാധിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രഭാരവാഹികളുടെയും പിന്നെ നിങ്ങൾ എല്ലാ ഭക്തജനങ്ങളുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ ഇങ്ങനൊരു ബൃഹത് യജ്ഞം ഇവിടെ നടത്താൻ സാധിക്കൂ. അതിൽ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഇങ്ങനെ ഒരു യജ്ഞം ഇവിടെ ഇത്ര വിപുലമായ രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് സാധിച്ചത്. അപ്പോൾ എൻ്റെയും ഇതൊരു നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നെ ക്ഷണിച്ച ഈ ഇവിടുത്തെ സംഘാടകരെയും പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഇവിടുത്തെ തന്ത്രി യോടുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു ഇവിടെ വിളിച്ചതിന്. സപ്താഹം എന്ന് പറയുന്നത് നമുക്കൊരു പുരാണ പാരായണമെന്നോ അല്ലെങ്കിൽ ഒരു പുരാണ കഥാ പ്രവചനമെന്നോ അതിനപ്പുറം കുറെ കൂടെ വിപുലങ്ങളായ അർത്ഥങ്ങളുള്ള ഒരു സംഭവമാണ് ഇത്. നമുക്ക് ഭാരതത്തിന്റെ സനാതനധർമ്മം ഇത്രയും സഹസ്രാബ്ദങ്ങൾ നീണ്ട് നിലനിന്നത്, ഇത്ര കാലം നിലനിന്നത് നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വ്യത്യാസങ്ങളും വരുത്താത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാലത്ത് സംസ്കൃതത്തിൽ മാത്രം അവൈലബിൾ ആയിരുന്ന, കിട്ടിയിരുന്ന, ലഭ്യമായിരുന്ന, സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന നമ്മളുടെ വേദം അല്ലെങ്കിൽ ഉപനിഷത്ത്, ഭഗവത്ഗീത ഇങ്ങനെയുള്ള വേദാന്ത ഗ്രന്ഥങ്ങളെ പുരാണത്തിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, രാമായണം, മഹാഭാരതം, ഭാഗവതം ഇങ്ങനെയുള്ള ഇതിഹാസങ്ങളിലൂടെ വാൽമീകിയും വേദവ്യാസനും തുടങ്ങിയ ഗുരുനാഥന്മാർ, അന്നത്തെ മഹർഷീശ്വരന്മാർ സാധാരണക്കാർക്ക് വേണ്ടി അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടെ ലഘുതരമാക്കിയിട്ട് പറഞ്ഞിരുന്നു. അതും നമുക്ക് അപ്രാപ്യമാവുന്നുള്ള നിലയിലാണ് ഈ സപ്താഹത്തിൽ അതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ച, ഗുരുനാഥന്റെ ശിക്ഷണത്തിൽ പഠിച്ച ആചാര്യന്മാർ നമുക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ മഹാഭാരതം വായിക്കുക, അല്ലെങ്കിൽ രാമായണം വായിക്കുക, അതിനൊരു പരിധിയുണ്ട് നമുക്ക് മനസ്സിലാവുന്നതിന്റെ. ഇപ്പോൾ നമ്മൾ 50 വർഷം അല്ലെങ്കിൽ 40 വർഷം 48 വർഷം സപ്താഹം കേട്ടു. ഓരോ ആചാര്യന്മാർ അവർ പഠിച്ച, ഇപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല അർത്ഥങ്ങളായിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിന് ഇപ്പൊ ഈ 48 വർഷം കേട്ടതായിരിക്കില്ല ഇനിയും അടുത്ത വർഷം കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇതിനൊന്നും ഒരു പരിധിയുമില്ലാത്ത അർത്ഥങ്ങളാണ് ഇതിലുള്ളത്. കഥകളും നമ്മൾ സാധാരണ വായിക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ളത് മാത്രമായിരിക്കും പലപ്പോഴും നോക്കുന്നത്. ഇപ്പോ ഭക്തിയെ പറ്റി താല്പര്യമുള്ളവരാകുമ്പോൾ ആ ഭക്തിയായിട്ട് കണക്റ്റഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ മഹാഭാരതം വായിക്കുകയാണ്, യുദ്ധം ഇഷ്ടമുള്ളവര് യുദ്ധമായിട്ട് കണക്റ്റഡ് മാത്രമേ വായിക്കുന്നുള്ളൂ. അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. കുടുംബപരമായിട്ടുള്ളതാണെങ്കിൽ അത് മാത്രമാണ് വായിക്കുന്നത്. കൃഷ്ണന്റെ ലീലയാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം വായിക്കുന്നവരാണ് അധികവും. പക്ഷെ ഒരു ആചാര്യൻ അത് പറഞ്ഞു തരുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ ആ പരിധികളൊക്കെ വിട്ട് പല ഇതിലേക്ക് പോകും, പല നിലകളിലേക്ക് പോകും. ഇപ്പൊ തന്നെ ഇതിൽ കഥകളും അതിലധികം ഉപകഥകളും എല്ലാം, അതിനൊന്നും ഒരു എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ കഥകൾ, എത്രയോ 1000 കഥകൾ, എത്രയോ 10,000 കഥകൾ, ലക്ഷങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഓരോ ആചാര്യന്മാരുടെയും പ്രഭാഷണത്തിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നുന്നത്.
പിന്നെ ഭാരതം പോലെ ഒരു രാജ്യം, ലോകത്തെ പല രാജ്യങ്ങളും പല സംസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യം, ഒരു ഹിമാലയം മുതൽ കന്യാകുമാരി എടുത്താൽ, ഇല്ലെങ്കിൽ ബംഗാൾ മുതൽ നമ്മുടെ ഗുജറാത്തിലെ തീരം ദ്വാരക വരെ എത്തിക്കഴിഞ്ഞാൽ, ഓരോ ദേശത്തും ഓരോ ഭാഷയും ഓരോ വസ്ത്രരീതിയും ഓരോ സംസ്കാരവും ഓരോ ജീവിത രീതിയാണ്. ഇത് തമ്മിൽ ഒരു സാമ്യമില്ല. അപ്പൊ ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ ഇവരെല്ലാം കോർത്തിണക്കുന്ന ഒരു ഉപാധിയാണ് നമ്മളുടെ ഇതിഹാസങ്ങൾ. ഇപ്പോൾ കൃഷ്ണൻ, ഗുരുവായൂരുള്ള കൃഷ്ണനെ കണ്ടാലും ബദ്രീനാഥിലുള്ള കൃഷ്ണനെ കണ്ടാലും, രാമേശ്വരത്തുള്ള ശിവനും കേദാർനാഥിൽ പോകുമ്പോഴുള്ള ശിവനും, ദ്വാരകയിലുള്ള കൃഷ്ണനും, ബംഗാളിൽ പോയാലും നാഥദ്വാരയിൽ പോലും എവിടെ പോയാലും കൃഷ്ണൻ ഒന്ന് തന്നെയാണ്. കൃഷ്ണന്റെ ലീലകൾ ഒന്ന് തന്നെയാണ്. ശിവന്റെ കഥകൾ ഒന്ന് തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ജീവിത രീതികളോട് ഇത്രയധികം ഇഴകിച്ചേർന്ന, നമുക്ക് ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇല്ലാതെ നമുക്കൊരു ജീവിതമില്ല. അത് സ്വന്തം ദൈനംദിന ജീവിതത്തിലായാലും നമ്മളെ പ്രാർത്ഥനകളിലായാലും കഥകളിലായാലും കവിതകളിലായാലും നൃത്തത്തിലായാലും സാഹിത്യത്തിലായാലും ഈ പുരാണങ്ങളില്ലാതെ നമുക്ക് ഒരു ജീവിതം ഇല്ല. അതാണ് ഈ സനാതനധർമ്മത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രധാന ആധാരം. അപ്പോ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല പല കഥകളും ഈ ഇങ്ങനെയുള്ള യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നതോടുകൂടി നമുക്ക് അത് കേൾക്കാനും അതിനെപ്പറ്റി അനുഭവിച്ചറിയാനും അതുവഴി നമുക്ക് ജീവിത സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധിയായിട്ടും അതിന്റെ ഒരു ചവിട്ടുപടിയായിട്ടും നമുക്ക് ഇതിനെ കണ്ടെത്താം. നമുക്ക് ആവുന്നത്ര ദിവസങ്ങളും ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ അതിന് പറ്റിയ ഒരു അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ 48 വർഷം എന്ന് പറഞ്ഞാൽ വളരെ നീണ്ടൊരു കാലയളവാണ്. അത്രയും കാലം ഇവിടെ മുടങ്ങാതെ ഇത് നടത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അന്ന് എനിക്കൊന്ന് 80കളിലൊക്കെ എന്ന് പറഞ്ഞാൽ സപ്താഹം വളരെ പ്രചാരമായിരുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് തെക്കൻ സൈഡിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് മാത്രം, വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുതന്നെ ഞാൻ ആദ്യമായിട്ട് സപ്താഹം കേൾക്കാന്ന് പറഞ്ഞാൽ എറണാകുളത്ത് 80കളിൽ ചിറ്റൂർ, തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണ സമക്ഷത്തിൻ്റെ ഒരു അമ്മാവന്റെ കൂടെ താമസിച്ച് അവിടെ പഠിക്കുന്ന കാലത്താണ്. പാലയേലി നാരായണ നമ്പൂരിയുടെ സപ്താഹമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം സ്വാമി ചിന്മയാനന്ദന്റെ ഗീതാ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം സപ്താഹങ്ങൾ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഔദ്യോഗികമായിട്ട് ഞാൻ 88 ഇവിടെ നിന്ന് കേരളം നിന്ന് വിട്ടുപോയിട്ട് ഒരു 36 വർഷത്തോളം 2023 വരെ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ഈ ഒരു ചടങ്ങിന് വരാൻ സാധിച്ചു. അത് തന്നെ വളരെ അനുഗ്രഹമായിട്ട് കരുതുന്നു. സപ്താഹത്തിന്റെ ഈ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ഭക്തി പ്രസ്ഥാനമായിട്ട് കണക്റ്റാക്കുമ്പോൾ, അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഈ സംസ്കൃത ഭാഷയിലുള്ള ഈ നമ്മളുടെ ഇതിഹാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉള്ള വിഷമമുള്ള ഒരു കാലത്ത് നമ്മളുടെ ഭക്ത കവികൾ ഇന്ത്യയിലുള്ള, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും, തുളസിദാസ് ആയാലും കബീറായാലും പിന്നെ മഹാരാഷ്ട്രയിലെ തുക്കാറാം, ജ്ഞാനേശ്വർ, നമ്മളുടെ എഴുത്തച്ഛൻ, പൂന്താനം, ഇങ്ങനെയുള്ള ഭാഷാ കവികൾ അതാത് ദേശങ്ങളിൽ, ഇപ്പോൾ ബംഗാളിൽ എടുക്കുകയാണെങ്കിൽ ജയദേവനും പത്മാവതിയും ഗീതാഗോവിന്ദം എഴുതിയവരാണ്. എനിക്ക് തോന്നുന്ന 12ാം നൂറ്റാണ്ടിൽ ജയദേവൻ രചിച്ച ഗീതാഗോവിന്ദമാണ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളും ഇന്നത്തെ പോലെയുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഉപാധികളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു 17ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അഷ്ടപതിയായിട്ട് ഈ ബംഗാളിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു ജയദേവ കവിയുടെ കവിതയാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഷ്ടപതിയായിട്ട് അവിടെ നമ്മളിവിടെ ചൊല്ലാറുള്ളത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു ചാലകശക്തി അന്നത്തെ നാടോടികളായിട്ടുള്ള സന്യാസിമാരായാലും ഗായകരായാലും പുരാണ പാരായണങ്ങൾ ചെയ്യുന്നവരും കേരളത്തിൽ നിന്നുള്ളവർ ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവും, അവിടെ നിന്നുള്ളവർ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇടകലർ അന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ തന്നെ ഒരു പുതിയ വകഭേദമാണ് ഇപ്പോഴുള്ള ഈ സപ്താഹത്തിലുള്ള പുരാണ പാരായണങ്ങളിലൊക്കെ വരുന്നത്.
ഇപ്പം നമ്മളറിയാത്ത ഒരുപാട് കഥകൾ ഇതുപോലെയുള്ള ഇപ്പം മഹാഭാരതം തന്നെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാമായണം എടുക്കുകയാണെങ്കിൽ, രാമായണത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ശ്രീരാമന്റെയും സീതയുടെയും കഥയും രാവണനെ കൊന്ന കഥയും ഇതൊക്കെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമുക്കറിയാം, ഇന്ദ്രപുത്രനായ ബാലിയെ സൂര്യപുത്രനായ സുഗ്രീവനെ സഹായിച്ചുകൊണ്ട് ബാലിയെ കൊന്നത് വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ദ്രന്റെ മകനായ ബാലിയെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ ആരെ സഹായിക്കാനാണ്? സൂര്യന്റെ മകനായ സുഗ്രീവനെ സഹായിക്കാനാണ് വധിച്ചത്. അടുത്ത ജന്മത്തിൽ, അടുത്ത അവതാരത്തിൽ ഇന്ദ്രന്റെ പുത്രനായി അർജുനന്റെ കൂടെ നിന്ന് സൂര്യപുത്രനായ കർണനെ വധിക്കാൻ സഹായിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഇത് നമ്മള് സാധാരണ ഒരു ഭാഗവത രാമായണം വായിക്കുമ്പോൾ നമുക്കിത് കാണില്ല. അതിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന, ഏതോ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കവിതയാണ്. ഞാനിത് കേട്ടത് പാലേലി നാരായണൻ നമ്പൂതിരി പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഇതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത കഥകളുണ്ട്. ഒരു ധ്രുവന്റെ കഥ കേട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ ദാനം ചെയ്ത ധ്രുവൻ മഹാവിഷ്ണുവാണ് ദാനം ചെയ്തത്, രാജാവാക്കിയത് ധ്രുവനെ. അതേ മഹാവിഷ്ണു തന്നെയാണ് ഒരിഞ്ച് മുഴുവൻ ഇഞ്ചളവിലുള്ള മണ്ണ് വരെ ഈ മഹാബലിയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തത്. പരീക്ഷത്തിനെ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം കൊണ്ട് വധിക്കാൻ ശ്രമിക്കുമ്പോൾ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ, പരീക്ഷത്തിന്റെ അമ്മയായ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ കടന്ന് ആ ബ്രഹ്മാസ്ത്രത്തിനെ നിർവീര്യമാക്കിയ വിഷ്ണുവാണ്, മഹാവിഷ്ണു കൃഷ്ണനാണ് ഒരു നിസ്സാരനായ വേടന്റെ അമ്പ് കൊണ്ട് മരിച്ചത്. അപ്പൊ ഈ കഥകളൊന്നും നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇവർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർ വായിക്കുന്ന പല ആംഗിളിലാണ്. അവര് ഒരു ഗുരുനാഥന്റെ അടുത്ത് നിന്ന് പഠിച്ചു, പലരുടെ അടുത്ത് കൂടെ വായിച്ചു, എല്ലാം കേട്ട് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന അവര് പറയുന്ന ആ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇതിപ്പോ 2-3 സപ്താഹം ഞാൻ കേട്ടപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ചില കഥകളാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ അനേകം ആയിരക്കണക്കിന് കഥകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് ഈ ഇതിഹാസങ്ങളുടെയും നമ്മളുടെ മനുഷ്യജീവിതത്തിനെ, നമ്മളുടെ സാധാരണമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിലും നമുക്ക് ഇതിൽ നിന്ന് പലതും ദൈവത്തിന്റെ ഇത് മനസ്സിലാക്കാനും നമുക്ക് ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇനി വരുന്ന 7 ദിവസങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ, ഈ യജ്ഞശാലയിൽ നടക്കാൻ പോകുന്ന പാരായണവും പ്രവചനങ്ങളും എല്ലാം എല്ലാവർക്കും ശ്രമിക്കാനുള്ള വളരെ നല്ലൊരു അനുഭവമാണ്, നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അത് നന്നായി ഉപയോഗിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, പിന്നെ ജിതേഷിനോട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാനൊരു 2 വരി കവിതയും കൂടെ പാടാൻ പോവുകയാണ്. പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാത്രം, ജിതേഷ് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞത് ഒരു എന്താ പറയുക, ബാത്റൂം സിംഗർ എന്ന് പറയുന്ന പോലെ അങ്ങനെ പാടാറേ ഉള്ളൂ ഞാൻ അധികം. ഒരു കഥകളിയിലെ കിരാതത്തിലെ ഒരു ശ്ലോകമാണ് ചെല്ലാൻ പോകുന്നത്. ഗൗരീശം മമ കാണാകേണം ശുഭ, ഗൗരീശം മമ കാണാകേണം ശുഭ, ശുഭഗൗരാഭം തിരുമൈ മുഴുവൻ, ശുഭഗൗരാഭം തിരുമൈ മുഴുവൻ, ശൗരി വിരിഞ്ച പുരന്ദര മുഖ്യ, ശൗരി വിരിഞ്ച പുരന്ദര മുഖ്യ, സുരാസുര സുരാസുര സർവചരാചര വന്ദ്യ, ഗൗരീശം മമ കാണാകേണം ശുഭ. കുടിലത്തിങ്കളും ജഡമുടിയിടയിൽ സുര, കുടിലത്തിങ്കളും ജഡമുടിയിടയിൽ സുര,
സുരതടിനിയും കൊടിയ പന്നകമണിയും സുരതടിനിയും കൊടിയ പന്നകമണിയും മടുമല്ലർശരൻ തന്റെ പടുത വേർപെടുത്തോരു മടുമല്ലർ ശരൻ തന്റെ പടുത വേർപെടുത്തോരു തിടില ചെങ്കനൽ തോടു കുറി ചേർന്നു വിളങ്ങുന്ന ഗൗരീശം മമ കാണാകേണം ശുഭ ഉരകാഞ്ചികൾ മിന്നും തനു മധ്യവരവും നുപുരമഞ്ജീരവും ചേർന്ന പുറവടിവും ഉരകാഞ്ചികൾ മിന്നും തനു മധ്യവരവും നുപുരമഞ്ജീരവും ചേർന്ന പുറവടിവും ഉരുതര ഭുവനങ്ങൾ പരിപാലിച്ചരുളുന്ന ഉരുതര ഭുവനങ്ങൾ പരിപാലിച്ചരുളുന്ന പരമശ്രീപാദയുഗ്മ സരസിജങ്ങളും നിത്യം ഗൗരീശം മമ കാണാകേണം ശുഭ. നമസ്കാരം. ഔദ്യോഗിക ജീവിതം ഏതിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അതിശയിക്കും. അദ്ദേഹം CBIയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, ഒരു കുലബന്ധം പോലുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ കണ്ടത്. ഇനി അദ്ദേഹം ഏതൊക്കെ സ്റ്റേജുകളിൽ ഇതുപോലെ വിളയാടും എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ പാടാത്ത സമയമില്ല, വരുന്നത് പാടിക്കൊണ്ടേയാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയാൽ പാടിക്കൊണ്ട് അമ്പലത്തിലോട്ട് വരുന്നത്. അതിന്റെ ഒരു ഓർമ്മ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. നല്ല വാക്കുകൾക്ക് തൃക്കലഞ്ഞൂരപ്പന്റെ ഭക്തരുടെ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മളോട് മാഹാത്മ്യ പ്രഭാഷണമൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു ഔദ്യോഗികത എന്ന രീതിയിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് റാന്നി ഹരിശങ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി ഈ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടും കൂടി ആയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, വളരെ മനോഹരമായിട്ട് മോഹനത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നല്ല കഥകളിപ്പതൊക്കെ കേട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ പുറകെ പെട്ടെന്നൊരു ആധ്യാത്മിക പ്രഭാഷണം വേണ്ട. ഈ പൊതുവായിട്ടുള്ള ചടങ്ങുകളൊക്കെ വേഗം കഴിയട്ടെ, അതിനുശേഷം സംസാരിക്കാം. എന്തായാലും ഒരാഴ്ച കാലം ഭഗവത് കഥകളിലൂടെ എത്തിച്ചേരുന്ന ആചാര്യന്മാരുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ ആ ഭാഗവത ധർമ്മങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനും അതിലൂടെ ജീവിതം മുമ്പോട്ട് നയിക്കാനും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കും. ഹരിശങ്കറിന്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ചലച്ചിത്ര സീരിയൽ താരം ശ്രീമതി സൗമ്യ ഭാഗ്യൻപിള്ളയെ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. എന്തായാലും 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഹലോ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷം തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 48ാമത് സപ്താഹത്തോടനുബന്ധിച്ച് ഇവിടെ എത്താൻ സാധിച്ചതിൽ. ഇന്നലെ എനിക്ക് കോന്നിയിലായിരുന്നു, കോന്നി ഫെസ്റ്റിലായിരുന്നു. ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള, അതായത് പുതിയ വർഷത്തിൽ ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു. ഡാൻസ്, സ്കിറ്റ്, കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു മെഗാ ഷോ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളുടെ പുതിയ വർഷത്തിൽ ഒരു ചടങ്ങ്, അങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ടും ഈ സൈഡിലേക്ക് തന്നെയാണ് വന്നത്. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ
ഈ ഒരു പുതിയ വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ 48 വർഷം സപ്താഹം വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുക എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മമാരുടെയൊക്കെ മുഖത്ത് നിന്നറിയാം അവരുടെ ആ ഒരു ഭക്തി എത്രത്തോളം ഉണ്ടെന്ന്. എന്നുവെച്ചാൽ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇത്രയും വർഷമൊക്കെ ഇത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു തെളിവാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം. അതിനൊക്കെ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ, സാറിൻ്റെ വാക്കുകളൊക്കെ കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ കൃഷ്ണൻ സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ അനിയത്തിയൊക്കെ ആയിട്ടുള്ള ശ്രീരമ്യയാണ് എന്നെ ആദ്യമായിട്ട് സാറ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഉള്ളൊരു നാടാണ്. അപ്പോൾ അവിടെ ഒരു എളിയ കലാകാരി എന്നുള്ള രീതിയിൽ എനിക്കും വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ 7 ദിവസം, നമ്മുടെ സപ്താഹം നടക്കുന്ന 7 ദിവസവും യാതൊരുവിധ തടസ്സങ്ങളൊന്നും കൂടാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീകുമാർ പ്രണവം. അദ്ദേഹത്തെ ഈ ആശംസകൾ അർപ്പിക്കുന്നതിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ ക്ഷേത്രം തന്ത്രി കുളക്കട താമരശ്ശേരി മഠത്തിൽ ബ്രഹ്മശ്രീ സതീഷ് ഭാനുഭാനു പണ്ടാരത്തിൽ അവർ യജ്ഞാചാര്യനായി ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ബ്രഹ്മശ്രീ കൊളേരി രഞ്ജിത്ത് നമ്പൂതിരി അവർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട സ്വാമി ഹരീഷ് അവർ, ഹരിശങ്കർ അവർ, പേരറിയത്തില്ല കാരണം പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സിനിമ സീരിയൽ താരം ശ്രീമതി സൗമ്യ ഭാഗ്യൻപിള്ള അവർ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാമായ ബ്രഹ്മശ്രീ വാസുദേവൻ തിരുമേനി അവർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജിതേഷ് തിരുമേനി അവർ, നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ പോറ്റി അവർ, വേദിയിലുള്ള ബഹുമാന്യരായ ഭക്തജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, തൃക്കടഞ്ഞൂരപ്പൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്ന 48ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഭദ്രദീപം തെളിയിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ പടിഞ്ഞാറേക്കരയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള സപ്താഹ യജ്ഞങ്ങളുടെ നാൾവഴിയിലേക്ക് നമ്മളൊന്ന് നടന്നു നോക്കിയാൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇത്രയധികം ഭക്തജന തിരക്ക്, ഇത്രയധികം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ ബഹുജനങ്ങളുടെ പങ്കാളിത്തം ഒരുപക്ഷെ മള്ളിയൂരിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസവും നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ആചാര്യന്മാരുടെ പ്രഭാഷണം കേൾക്കുന്നതിനും, ഈ യജ്ഞവേദി ഏത് സമയം നിറഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലെ പ്രഭാഷണം കേൾക്കുന്നതിനും ഉച്ചസമയത്ത് മഹാദേവന്റെ അന്നദാനം കഴിക്കുന്നതിനുമൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. ഞാൻ കൂടുതലായിട്ട് ദീർഘിക്കുന്നില്ല. ഈ സപ്താഹത്തിന് നല്ലൊരു സംഖ്യ ചെലവ് വരും. ബഹുമാന്യരായ എല്ലാ ഭക്തജനങ്ങളും ഏത് തരത്തിലുള്ള സംഭാവനയാണെങ്കിലും, അത് അരിയായാലും പച്ചക്കറിയായാലും നാളികേരമായാലും സംഭാവനയായാലും എല്ലാം ഈ സങ്കേതത്തിൽ എത്തിച്ചു കൊടുക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തൃക്കടഞ്ഞൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.
ശ്രീകുമാർ സാറിന്റെ വാക്കുകൾക്ക് 1000 നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ശിവൻകുട്ടി അവറുകളാണ്. അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നതിന് യജ്ഞവേദിയിലേക്ക് ക്ഷണിക്കുന്നു. 48 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ VTS ശാസ്ത്രി സാറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സപ്താഹയജ്ഞം 48 വർഷം പിന്നിടുകയാണ്. സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ എല്ലാവരും ആദരിക്കുന്നതിനാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ജിതേഷ് പൂറ്റി ഇവിടെ അഭിപ്രായം പറഞ്ഞു. 50-ാം വർഷം നമ്മുടെ ഈ സപ്താഹത്തിൽ പങ്കെടുത്തിട്ടുള്ള യജ്ഞാചാര്യന്മാരെയൊക്കെ ക്ഷണിച്ച് അവരെ ആദരിച്ച് വളരെ ബൃഹത്തായ രൂപത്തിൽ നടത്തണം. നല്ല ഒരു ചിന്താഗതിയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നടക്കും. കാര്യം ഇന്ന് വരെ നമ്മുടെ ഈ സപ്താഹത്തിന് നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും അതുണ്ടാകണം. ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒട്ടേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് ഈ സപ്താഹം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര സഹായങ്ങൾ, സാന്നിധ്യ സഹകരണവും സഹായവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല വാക്കുകൾക്കും നല്ല ധൈര്യം തന്നതിനും 1000 നന്ദി. അടുത്തതായി കലഞ്ഞൂരിന്റെ വ്യത്യസ്തങ്ങളായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച എല്ലാവർക്കും സുപരിചിതരായ 4 പേരെ ആദരിക്കുന്നു എന്ന് പറയുന്നില്ല, ഭഗവാന്റെ പ്രസാദമായി ഒരു അംഗീകാരം നൽകുന്നു. അംഗീകാരം നൽകുന്നത് നമ്മുടെ തന്ത്രിയായ സതീഷ് ഭാനുഭാനു പണ്ടാരത്തിൽ അവരുകളാണ്. ആദരവ് സ്വീകരിക്കുന്നതിന് ആദ്യമായി മാധ്യമരംഗത്ത്, അതായത് പ്രശാന്ത് കോയിക്കൽ. പ്രശാന്ത് ആദ്യമായി മാതൃഭൂമിയിൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അച്ഛന്റെ പാദത്തിൽ വന്ന് നമസ്കരിച്ച് ആണ് തുടങ്ങിയത് എന്ന് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. അതിന്നും ക്ഷേത്രകാര്യങ്ങളിൽ എപ്പോൾ വിളിച്ചു പറഞ്ഞാലും ന്യൂസുകൾ കൊടുത്തും നമുക്ക് ധൈര്യം തന്നും എന്തിനും നമ്മുടെ കൂടെ നിന്ന്. കാരണം ഇന്ന് മാധ്യമരംഗത്തിലുള്ളവരെ നമ്മൾ ബഹുമാനിച്ചേ സാധിക്കൂ. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് മാധ്യമത്തിൽ പെടുത്താം. അത് നല്ല രീതിയിൽ വേണമോ, ഏത് രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് എഴുതുന്നവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ പേനയുടെ തുമ്പിനാണ് വില. അതുകൊണ്ട് ഇന്ന് വരെയും ക്ഷേത്രത്തെ നല്ല രീതിയിൽ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്നും നാളെയും അത് തുടരുമെന്ന വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നോട് അറിയിക്കുന്നു. അടുത്തതായി ആദരവ് സ്വീകരിച്ച് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് പ്രശാന്തിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സംപൂജ്യരായ ഗുരുജനങ്ങളെ, ശരിക്കും ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമുള്ള നിമിഷം ഏതെന്ന് ചോദിച്ചാൽ ഇതെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ജീവിതത്തിൽ പൊതുപ്രവർത്തനം എന്ന രീതിയിൽ തുടങ്ങിയത് ഈ അമ്പലമുറ്റത്തു നിന്നാണ്. ഇപ്പം ഇവിടെ 48 വർഷം സപ്താഹം നമ്മൾ പറയുന്നു. 48 വർഷം സപ്താഹം പറയുമ്പോൾ ആ VTS ശാസ്ത്രി സാറിന്റെ ബാലഗോകുലത്തിൽ നിന്നാണ് ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങിയത്. ബാലഗോകുലത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ, അതിനുശേഷം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും എപ്പോഴും ഞാൻ ഈ വേദിയിലല്ല, വേദിക്ക് പുറത്തായിരുന്നു. അപ്പം എന്ത് കാര്യത്തിനും ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളതും ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പം ഈ 25 വർഷം ഞാൻ ജിതേഷ് തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ 2000 നവംബർ 1 ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം എഴുതിയതും നമ്മുടെ ക്ഷേത്രത്തിന്റെ വാർത്ത തന്നെയായിരുന്നു. അതെഴുതിയാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഇത്തരം ഒരു വേദിയിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ആദരവ് കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി തന്നെ കരുതുന്നു. കാരണം ഈ ഒരു വേദി, സപ്താഹ വേദി എന്ന് പറയുമ്പോൾ മനസ്സ് നിറയുന്ന വേദിയാണ്. കലഞ്ഞൂരിലെ സപ്താഹം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും, കലഞ്ഞൂരുകാരുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സർവ്വദേശങ്ങളുടെയും ആഘോഷമായിട്ടാണ്. കാരണം പല സ്ഥലങ്ങളിലും സപ്താഹങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നിറഞ്ഞു കവിഞ്ഞ സപ്താഹവേദി മറ്റൊരിടത്തും ഉണ്ടാകില്ല.
അതുകൊണ്ട് തന്നെ ഇത്ര ഐശ്വര്യമുള്ള ഈ അനുഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശരിക്കും ജീവിതത്തിൽ ഞാൻ പറയാമല്ലോ, എല്ലാവരും പറയാറുണ്ട് ഭഗവാൻ അദൃശ്യനാണ്. അല്ല, എന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൃശ്യമായ ഭഗവാനെയാണ് മഹാദേവനിലൂടെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഈ മഹാദേവ സന്നിധിയിൽ വെച്ച് എനിക്ക് കിട്ടിയ ഇതിനെ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നു. എല്ലാം ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി നമ്മുടെ ചെറിയ ഉപഹാരം സമർപ്പിക്കുന്നത് മൃദംഗ വാദ്യകലയിൽ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ന് ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്ന നമ്മളുടെ എന്നും നിത്യയൗവനമായി എപ്പോൾ കണ്ടാലും ഗോപാലകൃഷ്ണജിയുടെ പ്രായം ഇത് തന്നെയാണ്. നമുക്കറിയാം, കൊച്ചിലേ മുതലേ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ എത്ര വയസ്സുണ്ടെന്നൊന്നും ചോദിക്കുന്നില്ല, പരസ്യമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് എന്നും ധാരാളം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആയുരാരോഗ്യം ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് ഈ ആദരവിന് പ്രോത്സാഹനം നൽകണമെന്ന് കൂടി അറിയിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ പ്രവർത്തിച്ച് കാണിച്ചോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. ആ പ്രവൃത്തി എന്നും ഭഗവാന്റെ മുമ്പിൽ ഉണ്ടാകട്ടെ. എപ്പോ വിളിച്ചാലും മൃദംഗവുമായി നമ്മുടെ അടുത്തെത്തുന്ന വ്യക്തിയാണ്. എന്നും ധാരാളം വേദികൾ പങ്കെടുക്കാനും ധാരാളം ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുവാനും സാധിക്കട്ടെ എന്ന് തൃക്കലഞ്ഞൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി നമ്മൾ ആദരിക്കുന്നത് ജിനീഷ് പീലി എന്ന കലാകാരനെയാണ്. ചിത്രകലാരംഗത്തെ ചിത്രം എങ്ങനെ വരയ്ക്കണം, മനസ്സിൽ എന്ത് തോന്നുന്നു അതാണ് ചിത്രമായി പുറത്തു വരുന്നത്. അപ്പോൾ ജിനീഷ് പീലി ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് മയിൽപീലി ആവാനാ സാധ്യത. പീലി എന്ന പേര് അദ്ദേഹത്തിന് അന്വർത്ഥമാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നിപ്പോ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ശ്രീകൃഷ്ണനായിട്ട് ഇപ്പൊ അഭിനയിക്കുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാ അമ്മമാരും കാലിലൊക്കെ തൊടുമ്പോ ഞാനങ്ങ് ഞെളിപിരി കൂടുക എന്നാ പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ഒരു ശ്രീകൃഷ്ണനായി ഇനി വേദികളിൽ ധാരാളം തിളങ്ങും. ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ കിട്ടിയ വേഷം നമ്മൾ ആലോചിക്കണം. ഈ വേദിയും നമ്മളൊന്ന് കൂട്ടിച്ചേർത്താൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് അറിയാം. ശ്രീകൃഷ്ണൻ വിളയാടുന്ന വേദിയിൽ ശ്രീകൃഷ്ണനായി അഭിനയിക്കുന്ന ഒരാൾക്ക് ആദരവ് നമ്മൾ നിശ്ചയിച്ചത് ഒരു ഭഗവാന്റെ നിയോഗം മാത്രമാണെന്ന് കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആദരവ് സമർപ്പിക്കാം. ജിനീഷ് പീലി നമ്മളോട് രണ്ട് വാക്ക് അഭിനയിച്ച് കാണിക്കുമോ പറയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൃക്കലഞ്ഞി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കുട്ടിക്കാലം തൊട്ടേ കളിച്ചു വളർന്ന ഒരു ഇടമാണ്. ഇതെനിക്ക് വളരെ സുപരിചിതമാണ്. ഇവിടെ ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. കണ്ണൻ്റെ കഥകളെല്ലാം നമുക്ക് സുപരിചിതമാണ്. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ കേട്ടിരുന്ന. പക്ഷെ എത്ര കേട്ടാലും മതിയാവാത്തയാണ് നമ്മുടെ കണ്ണൻ്റെ കഥ. ഭാഗവതത്തിൽ എത്രയൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ഭാഗ്യമൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ എന്നെ കണ്ടു കാണത്തില്ല. താടിയും മുടിയൊക്കെ ഒരുപാട് വളർത്തിയിട്ടാണ് ഞാൻ നടക്കുന്നത്. പല അമ്മമാരും എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്, എടാ മുടി വെട്ട്. കാരണം ആ വീട്ടിലെ ഒരു കുഞ്ഞായിട്ട് തന്നെ എന്നെ കാണുന്നതുകൊണ്ടാണ് അത്ര സ്വാതന്ത്ര്യത്തോടു കൂടി പല അമ്മമാരും എന്നെ പറയാറുണ്ട്, കരഞ്ഞുകൂടെ പോകാൻ നേരത്ത് മുടി വളർത്തണം, താടി വളർത്തണം, വെട്ടണം എന്നൊക്കെ പറഞ്ഞു. ഭാഗ്യം പോലെ തിരുവനന്തപുരം അതുല്യ എന്ന് പറഞ്ഞ നാടക ഗ്രൂപ്പിലെ വലിയൊരു നാടക സമിതിയാണ്. അതിൻ്റെ അകത്ത് ശ്രീ ഗുരുവായൂരപ്പനും ഭക്തകവി പൂന്താനം എന്ന് പറയുന്ന നാടകത്തിലാണ് അഭിനയിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം ഉണ്ണിക്കണ്ണനായിട്ടും പിന്നെ മഹാവിഷ്ണുവായിട്ടും വേഷമിടാൻ പറ്റി ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അത് ഒരുപാട് സ്റ്റേജിൽ കണ്ണൻ്റെ വേഷമിട്ട് വന്നു കഴിഞ്ഞ് നാടകം കഴിയുമ്പം ഒരുപാട് അമ്മമാർ വന്ന് കൂടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, കാരണം ഈ സദസ്സിൽ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ കഥ കേൾക്കുന്ന നേരത്ത് തന്നെ കണ്ണനായിട്ട് തന്നെ നിൽക്കാൻ പറ്റിയത്, അഭിനയിക്കാൻ പറ്റിയത്. ഇനി 10-ാം തീയതി ഉണ്ട് പിറവത്താണ് പോകുന്നത്, കളിക്കുന്നത്. കോട്ടയത്തുണ്ട്, നമ്മുടെ പുനലൂർ, കൊട്ടാരക്കര, ഇവിടെയൊക്കെ ഒരുപാട് ഈ ആഴ്ചയിൽ ഒരുപാട് പ്രോഗ്രാമുണ്ട്. പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പിട്ട് ഭഗവാനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്. കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനാണ്, അപ്പനോട് അനുവാദം ചോദിച്ചിട്ട് എവിടെയും വേണമെങ്കിൽ പോകാവൂ. ഇന്ന് രാവിലെ വന്ന് ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എല്ലാം
ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു കലാകാരനാണ്. പക്ഷെ എൻ്റെ സങ്കടത്തിലെല്ലാം ഭഗവാൻ എൻ്റെ കൂടെ എന്നും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സങ്കടത്തിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹം എൻ്റെ കൂട്ട് തന്നെ എല്ലാവർക്കും, കലനാട്ടിലെ എല്ലാവരും അത് അനുഭവമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എല്ലാ അമ്മമാരെ, കാരണം നമ്മുടെ ഒരു മുത്തശ്ശനായിട്ട് തന്നെയാണ് തൃക്കലഞ്ഞൂരപ്പൻ നമ്മളെ കാണുന്നത്. സ്വന്തം കുടുംബമാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രമുറ്റം നമ്മുടെ കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ചോറ് കൊടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് പോയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നട പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ഓ നമശിവായ രക്ഷിക്കണേ കലഞ്ഞൂരപ്പ എന്ന് പറഞ്ഞു. ഞാൻ ജിതേഷേട്ടനോട് വന്ന് പറഞ്ഞു. ജിതേഷേട്ടനോട് പറഞ്ഞു, ജിതേഷേട്ടൻ ഞാൻ കണ്ണനെ കണ്ടിട്ട് ഞാൻ മഹാദേവനെ വിളിച്ചു. അങ്ങനെ ജിതേഷേട്ടൻ പറയാ അങ്ങനെ തോന്നത്തുള്ളൂ. കാരണം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതല്ലേ, നമ്മുടെ കൂടെയുണ്ട് ഭഗവാൻ, എന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ചിന്താഗതിയാണ്. ഇങ്ങനെ അനുഭവിച്ച കൃഷ്ണൻപോറ്റിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. എന്നെ ആദരിച്ചതിൽ, എൻ്റെ ഈ കുഞ്ഞു കലാകാരനെ ആദരിച്ചത് എല്ലാവർക്കും നന്ദി. ഓ നമശിവായ. അനുഭവങ്ങൾ പങ്കുവച്ച ജിനീഷ് പിലിക്ക് നാൾക്കുനാൾ ധാരാളം അഭിനയം നടത്താൻ അനുഗ്രഹമുണ്ടാവട്ടെ, അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1000 നന്ദി. അടുത്തതായി ആദരിക്കുന്നത് ശ്രീരമ്യ മനു. നമ്മുടെ കലഞ്ഞൂരിലെ ചക്കിട്ട ജംഗ്ഷനിൽ താമസിക്കുന്ന ശ്രീരമ്യ മനുവിനെ എല്ലാവർക്കും സുപരിചിതമാണ്. ശ്രീരമ്യ മനു ധാരാളം നൃത്തങ്ങൾ, കൂടുതലും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെ റീൽസുകളാണ് ധാരാളം കാണുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആളെത്തുന്നുണ്ടല്ലോ, അത് മതി. അതിന് ആ ഉയർച്ചയ്ക്ക് ഒരു അംഗീകാരം, അല്ലെങ്കിൽ എന്നും ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു ചെറിയ അംഗീകാരം, പ്രസാദം. ഇനി വലിയ വലിയ വേദികൾ, വലിയ വലിയ സിനിമകൾ ഒക്കെ അഭിനയിക്കാൻ ആയുരാരോഗ്യങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരിക്കുന്നു. കലാകാരിക്കൊരു പ്രചോദനം എല്ലാവരും നൽകണമെന്ന് കൂടി അറിയിക്കുന്നു. രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ശ്രീരമ്യയെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ, എൻ്റെ മഹാദേവൻ്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത്. കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളാണ് പ്ലാസ്ഥാനത്ത് മഠത്തിലെ വാര്യത്തിലേക്ക് എല്ലാവരും. അവരെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനും ആദരവ് വാങ്ങിക്കാനും ഒക്കെ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കാണുന്നു. എൻ്റെ കലയുടെ തുടക്കവും നമ്മൾ ശ്രീ മഹാദേവൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ്. ശ്രുതിലയിലായിരുന്നു അരങ്ങേറ്റം. ഗോപാലകൃഷ്ണൻ സാറോട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സമയത്ത് വീട്ടിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്നപ്പോൾ പറഞ്ഞു, വീട് നൃത്തം പഠിപ്പിക്കാം, സാമ്പത്തിക ഒരു പ്രശ്നമില്ല എന്ന് ബലപൂർവ്വം വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഞാൻ വീണ്ടും നൃത്തം റിപ്പീറ്റ് ചെയ്ത് പോയത്. അപ്പോൾ അതിനെല്ലാം എൻ്റെ ഗുരുക്കന്മാരോടും ഗോപാലൻ സാറിനോടൊക്കെ നന്ദി പറയാണ്. പിന്നെ എൻ്റെ അമ്മ, അച്ഛൻ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരോടും സ്നേഹം, നന്ദി അറിയിക്കുകയാണ്. എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗമ്യ ചേച്ചി എൻ്റെ ചേച്ചിക്ക് തുല്യമായ വ്യക്തിയാണ്. ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ കൗമുദി ചാനലിൽ അളിയൻസ് എന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സന്തോഷം. താങ്ക് യു. ഗുരുവിനും ശിഷ്യയ്ക്കും കൂടി ഒരേ വേദിയിൽ അംഗീകാരം കിട്ടുന്ന അസുലഭ സന്ദർഭമാണിത്. നമുക്കതിനെ അഭിമാനിക്കാം. ഇത് യാദൃശ്ചികമായി വന്നതാണെങ്കിലും അത് വളരെ സന്തോഷമായ വേദിയാണെന്ന് തോന്നുന്നു. 2 വാക്ക് സംസാരിച്ചതിന് 1000 നന്ദി. നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഇതിൽ എത്തിച്ചേർന്ന മഹത് വ്യക്തികൾക്കും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും പേരെടുത്ത് പരിചയപ്പെടുത്തിയതാണ്. എല്ലാ ഭഗവാന്റെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതുപോലെ എത്തിച്ചേർന്ന എല്ലാവർക്കും കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. നാളെ മുതൽ എല്ലാവരും ഈ വാക്കുകൾക്ക് അന്വർത്ഥമാകുന്ന രീതിയിൽ എത്തിച്ചേരണമെന്ന് കൂടി വിനീതമായി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങുകൾ പര്യവസാനിക്കാം. ആരും വേദിയിൽ നിന്നും കസേരയിൽ നിന്നും എണീക്കരുത്. അല്പസമയം മാഹാത്മ്യ പ്രഭാഷണമുണ്ട്. ഭാഗവതം കേൾക്കണമെങ്കിൽ മാഹാത്മ്യം കേട്ടതിന് ശേഷം മാത്രമേ ഭാഗവതം കേട്ടാൽ ഫലമുള്ളൂ എന്നാണ് പറയുക. കാരണം കഥയറിഞ്ഞ് ആട്ടം കാണൂ എന്നൊരു ഭാഷ്യമുണ്ട്. അതുപോലെയാണ് മാഹാത്മ്യം അറിഞ്ഞ് വേണം ഭാഗവതം കേൾക്കാൻ. എല്ലാ വർഷവും കേട്ടിട്ടുണ്ട്, എല്ലാ വർഷവും അനുഭവിക്കുന്നതാണ്. എന്നിരുന്നാലും 48ാമത്തേത് ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും യഥാസ്ഥാനത്തിരിക്കുക. ഒരു 5 നിമിഷം മാത്രം മതി നമുക്ക് ഈ വേദി ഒന്ന് ശരിയാവാൻ.
അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുക. മാഹാത്മ്യം ഒരുപാട് ദീർഘിപ്പിക്കില്ല. അതുകൊണ്ട് മാഹാത്മ്യം കൂടെ കേട്ടിട്ട് എല്ലാവർക്കും നാളെ വരുന്നതിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങാം. അതുപോലെ നാളെ രാവിലെ മാഹാത്മ്യ പ്രഭാഷണത്തിൽ സമയമൊക്കെ പറയുന്നുണ്ടാവും. എങ്കിലും നമ്മളുടേതായ ഒരു പതിവ് ചിട്ടകൾ 6 മണിക്ക് തുടങ്ങും. നാമപ്രദക്ഷിണമാണ് ഏറ്റവും പ്രധാനമായ ചടങ്ങ്. 6 മണിക്ക് നടക്കുന്ന നാമപ്രദക്ഷിണം, ഗ്രന്ഥ നമസ്കാരം, കൂട്ടപ്രാർത്ഥന എന്നിവ എല്ലാ ഭക്തജനങ്ങളും ഇന്ന് മുതൽ വ്രതമെടുത്ത് അതിൽ ഒരു സപ്തദിന വ്രതം ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം. അതിൽ പങ്കെടുത്ത് ആ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി സ്വഗൃഹങ്ങളിലേക്ക് അത്യാവശ്യത്തിന് പോയി ജോലികൾ കഴിഞ്ഞ് തിരിച്ചെത്താനുള്ള ആരോഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ പര്യവസാനിക്കുന്നു. മാഹാത്മ്യ പ്രഭാഷണം ഒട്ടും താമസം കൂടാതെ തന്നെ ആരംഭിക്കുന്നതാണ്. അതുകൂടെ ശ്രവിച്ചേ പോകാവൂന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഹാത്മ്യ പാരായണം ആരംഭിക്കുകയാണ്. പുറത്ത് നിൽക്കുന്നവര് അല്പസമയം കൂടി കയറിയിരുന്നാൽ സന്തോഷമായിരുന്നു കൂടി അറിയിച്ചുകൊണ്ട് മഹാത്മ്യ പാരായണത്തിന് ശ്രീ ഹരിശങ്കറിനെ ക്ഷണിക്കുന്നു. നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സാംവത്സരി ഏകസ്യാവിനഗർഭഭാരഭരണക്ലേശസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപിതനയാ തസ്യേ ജനന്യേ നമഃ. അഖിലാനപരാധാൻ മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. മന്ദസ്മിതമുഖാംഭോജം വാസുദേവമഹാശയം ശ്രീഗുരും തമഹം വന്ദേ വാക്യബോധാർത്ഥസിദ്ധയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ശരദിന്ദുസുന്ദരരുചിശ്ചേതസി സാമേ ഗിരാം ദേവി അപഹൃത്യ തമസ്സന്തതമർത്ഥാനഖിലാൻ പ്രകാശേതു. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃതാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംന കണികാപി കാപി കാപി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാലാം നായ